ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചെറിയ ലഞ്ച് വീഡിയോ വന്നിട്ടാ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ നല്ല കിളിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടിയിലാണേ. ഞങ്ങളുടെ ഭാഗത്തൊക്കെ പുതിയാപ്പിളാന്നാണ് കേട്ടോ ഈ ഒരു മീനിനെ പറയൽ. അപ്പോൾ അധികം വീഡിയോയിലൊക്കെ ഈ ഒരു മീനിനെ കിളിമീൻ എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളേ. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താണെന്ന് പറയാമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇവിടെ മുംബൈയിൽ ഈ ഒരു മീനിനെ റാണി എന്നാണ് കേട്ടോ പറയാം. അപ്പം മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പിലയും വെളുത്തുള്ളി ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മീൻ പൊരിച്ചതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഏകദേശം മുറിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച മീൻ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുവാണേ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. പക്ഷേ കുറേ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതോ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഫുഡ് വീഡിയോ കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിന് ആസ്വദിച്ച് കഴിക്കാനും അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്സൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരുവേ. നമ്മൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത എന്തെങ്കിലും ടിപ്സ് നമുക്ക് ചില വീഡിയോസിൽ നിന്നൊക്കെ കാണാൻ പറ്റുമേ. ഞാൻ മുമ്പൊക്കെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. സാധാരണ നോർമൽ നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാറാണ്. പിന്നെ ഈ ഇങ്ങനെ ഒരു ടിപ്പ് ഉണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് ഞാനിങ്ങനെ യൂസ് ചെയ്ത് നോക്കി, നല്ല റിസൾട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ ഒരു നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ടിപ്പ് കിട്ടുകയാണെങ്കിൽ അതും നല്ല കാര്യമാണ്. പിന്നെ നമുക്ക് ഫുഡ് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഇതാ മീനൊക്കെ ഏകദേശം ഒരു സൈഡ് കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തതാണ്. ഇനി കുറച്ച് സമയം ഈ ഒരു സൈഡ് ഫ്രൈ ആയിട്ടാകുമ്പോൾ നമുക്കൊരു 2-3 വട്ടം തിരിച്ച് മറിച്ചിട്ട് നോക്കുമ്പോൾ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഫ്രൈ ആയി. പപ്പടം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചോറ് വിളമ്പാം. നല്ല പാലക്കാടൻ വടി മട്ടയുടെ ചോറാണ്. ഇതൊക്കെ ഇവിടെ കേരള സ്റ്റോറിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങാറ് ഈ അരി. അപ്പോൾ നല്ല ചൂട് ആവി പറക്കുന്ന ചോറാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വിളമ്പിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സൈഡിലോട്ട് നമ്മളെ സ്പെഷ്യൽ മാങ്ങ അച്ചാർ, വീട്ടിലുണ്ടാക്കിയ മാങ്ങ അച്ചാറാണ്. മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു കറിയില്ലെങ്കിലും അച്ചാറും കൂട്ടിയിട്ടായാലും ഞാൻ ചോറ് കഴിച്ചോളേ. അപ്പോൾ നല്ല മാങ്ങാച്ചാർ, എരിവും പുളിയൊക്കെ ഉള്ള അടിപൊളി അച്ചാറാണ് അത്. പിന്നെ അതിൻ്റെ കൂടെ 2 പപ്പടം, പിന്നെ നാടൻ പുളിശ്ശേരിയാണ് കേട്ടോ. നമ്മളെ നാട്ടിലുണ്ടാക്കും പോലെ നല്ല കപ്പക്കയുടെ നാടൻ പുളിശ്ശേരി, പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മീൻ പൊരിച്ചത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഐറ്റംസ്, സ്പെഷ്യലായിട്ടൊന്നുമില്ല. അതായത് ഒരു നാടൻ ഊണ് വീട്ടിലത്തെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.